പാലക്കാട് ബൈ ഇലക്ഷനിൽ UDF കോൺഗ്രസ് എങ്ങനെയാണ് വിജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ UDF അല്ല മത്സരിച്ചത്, അവിടെ SUDF ആണ് മത്സരിച്ചത്. SUDFിനൊപ്പം ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു. ഈ സത്യം ഇലക്ഷൻ വിജയിച്ചതിന് തൊട്ട് പിന്നാലെ പുറത്തു വരികയും ചെയ്തു. ഇലക്ഷൻ്റെ ഫലം പുറത്തു വരുന്നതിന് മുൻപേ തന്നെ വോട്ട് ചെയ്തവർക്ക് അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് ജാഥ നടത്തിയ ആഹ്ലാദ പ്രകടനം നടത്തിയവരാണ് SDPക്കാർ. മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ടും SDPക്കാരോടുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ നിയുക്ത MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അവർ രണ്ടുപേരും ചേർന്നാണ് മാങ്കൂട്ടത്തിനെ ജയിപ്പിച്ചത്. അവരുടെ വ്യക്തമായ സ്വാധീനം വോട്ടിങ്ങിനകത്തുണ്ടായിരുന്നു. അവർ മാത്രം ഉള്ളത് കൊണ്ട് ജയിക്കാൻ പോകുന്നില്ല. അതിന് മാത്രമൊന്നും SDP ജമാഅത്ത് ഇസ്ലാമി വളർന്നിട്ടില്ല. പക്ഷേ നിർണായകമാകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യാൻ പറ്റി. അതിനൊപ്പം തന്നെ സംഘപരിവാറിൽ പിന്നെ പിടിച്ചെടുത്ത വോട്ടുകൾ പിടിച്ചെടുത്തെന്ന് പറയുമ്പോഴത്തേക്കും മേടിച്ചു എന്നൊരു ആരോപണം ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകണ്ട. പക്ഷേ SUDF മുന്നണിയായ കാര്യമായിട്ട് UDFന് വലിയ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അനുകൂല മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ ജമാഅത്ത് ഇസ്ലാമി SDP ബന്ധം ഇടതുപക്ഷത്തിന് മേൽ ചാർത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ ഓരോരോ മാധ്യമങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മലയാള മനോരമ വലിയൊരു വാർത്ത കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ നിയമ നടപടിയായിട്ട് പോകാൻ ഒരുങ്ങുകയാണ് CPIM. മലയാള മനോരമയുടെ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമായിട്ട് CPM പറഞ്ഞിട്ടുണ്ട്. CPM ഒരൊറ്റ പഞ്ചായത്തിലും ഒരൊറ്റ നിയമസഭയിലും എങ്ങും SDPM ചേർന്ന് സഖ്യത്തിൽ മത്സരിക്കുന്നില്ല, ഭരിക്കുന്നില്ല. എങ്ങും കൂട്ടത്തിൽ ആ വോട്ട് വേണ്ട എന്നാണ് CPIM പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ, മലയാള മനോരമയ്ക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രക്കുറിപ്പ് അവർ പുറത്തിറക്കിയിട്ടുമുണ്ട്. ആ പത്രക്കുറിപ്പിൽ CPM പറയുന്ന കാര്യം ഇങ്ങനെയാണ്: LDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ SDPയും ജമാഅത്ത് ഇസ്ലാമിയായി ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്തകൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ LDFന് 10ഉം UDFന് 8ഉം അംഗങ്ങളാണുള്ളത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇലക്ഷനിൽ വിട്ടുനിന്നു. വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഇലക്ഷനിലും LDF 9 വോട്ട് നിലനിർത്തുകയാണ് ഉണ്ടായത്. SDP ആകട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് 3 വോട്ട് നേടുന്ന നിലയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്തെ നഗരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വന്ന വാർത്തയും സമാനമായതാണ്. LDFന് 7 അംഗങ്ങളും UDFന് 6 അംഗങ്ങളുമാണ് ഉള്ളത്. BJPക്ക് 2ഉം SDPക്ക് 1 അംഗമാണുള്ളത്. സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF ഭരണത്തിൽ വന്നു. വൈസ് പ്രസിഡന്റായ സ്വതന്ത്രൻ ഒരു കേസിൽ പെട്ടതിനെ തുടർന്ന് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. SDP പിന്തുണ ഇല്ലെങ്കിലും അവിശ്വാസം പാസ്സാകുമായിരുന്നു. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ഒരാൾ പിന്നീട് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഈ യോഗത്തിലാകട്ടെ SDPയുടെ അംഗം പങ്കെടുത്തതുമില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിക്ക് 3 സ്വതന്ത്ര കൗൺസിലർമാർ വോട്ട് ചെയ്തു. SDPയിലെ 3 പേർ ഇലക്ഷൻ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അതല്ലാതെ അവരുടെ വോട്ട് കണ്ട് LDF വിജയിക്കുകയല്ല ഉണ്ടായത്. പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ SDP ആവശ്യപ്പെടാതെ LDFന് പിന്തുണ നൽകി. ഇത് കാരണം 2 തവണ LDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. 3ാമത് ഇലക്ഷൻ വരുന്ന അവസരത്തിൽ വീണ്ടും രാജിവെച്ചാൽ എതിരായി നിന്ന BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തൃശൂർ ജില്ലയിലെ ആവണശ്ശേരി പഞ്ചായത്ത് ഇലക്ഷൻ കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് BJP അധികാരത്തിൽ വരുമെന്ന് കണക്കിലെടുത്ത് രാജിവെക്കാതിരുന്നത്. വസ്തുതകൾ ഇതായിരിക്കെ കിട്ടുന്നതെന്തും വളച്ചൊടിച്ച് പാർട്ടിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഗൂഢമായ തന്ത്രമാണ് ഇതിലൂടെ UDF നടത്തിയിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ ശക്തമായ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ളവ നാടിന്റെ വികസന മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് ജനങ്ങൾ LDF സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയുണ്ട്. ബൈ ഇലക്ഷൻ ഫലങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM തകരുകയാണ് പ്രചരിപ്പിച്ച മനോരമ പോലുള്ള മാധ്യമങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് ഈ ഇലക്ഷൻ ഫലം. LDFനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ നടത്തുന്ന ഈ ഇത്തരം പ്രചാര വേലകളെ ജനങ്ങളുമായി തിരിച്ചറിയണം. നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് അതുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കും എന്ന് പറഞ്ഞാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന്. മലയാള മനോരമയുടെ ഈ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകും. വേറെ പലയിടങ്ങളിൽ ചിലർ കൊല്ലുമെന്നും
അല്ലെ പിന്നെ തെരുവിൽ നേരിടുമെന്നൊക്കെയാണ് ചില പാർട്ടി സംസ്ഥാന അധ്യക്ഷന്മാർ പറയുന്നത്. ആ സമയത്ത് പോലും ജനാധിപത്യപരമായ തീരുമാനമാണ് ഇവിടെ CPM എടുത്തിട്ടുള്ളത്. മലയാള മനോരമ കൊടുത്ത ഈ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്.